നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നമ്മൾ ഓരോ മാസങ്ങളിലും ഓരോ തീമായിട്ട് ദൈവവചനം ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ കർത്താവ് നമ്മെ സഹായിച്ചു. ഓർത്ത് സ്തോത്രം. അല്ല, അത് എത്ര പേർക്ക് അനുഗ്രഹമായി? നമ്മൾ തീമായിട്ട് ഓരോ ആഴ്ചകളിൽ പഠിച്ചു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് അനുഗ്രഹമായി? കുറച്ച് പേർക്ക് അനുഗ്രഹമായുള്ളൂ, കുറച്ച് പേർക്ക് അതിനോട് സന്തോഷമില്ലെന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. സന്തോഷമില്ലെങ്കിൽ ഞാൻ ആ രീതി അങ്ങ് മാറ്റാം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അത് നമുക്ക് വളരെ പ്രയോജനമാണ്. നമുക്ക് ആത്മീയ ഉത്തേജനം അതിൻ്റേതായ നിലയിൽ നമ്മുടെ മനസ്സിനകത്തും ഹൃദയത്തിനകത്തും നമ്മൾ വീട്ടിൽ പോയാലും അതിൻ്റെ വരികളും അതിൻ്റെ ചിന്തകളൊക്കെ നമ്മെ സ്വാധീനിപ്പാനിടയായിത്തീരും. ആമേൻ, സ്തോത്രം. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഈ മാസവും നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു തീമിലേക്ക് തന്നെ പോകുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ഗോഡ്. നമ്മുടെ ഈ മാസത്തെ തീം എന്താണെന്നറിയാമോ? റിവൈവൽ. ആമേൻ, സ്തോത്രം. ആമേൻ. ഉണർവ് എന്നാണ് നമ്മുടെ ഈ മാസത്തെ തീം. ആമേൻ, സ്തോത്രം. നമ്മൾ എവിടെയാണ് തുടങ്ങിയതെന്നറിയാമോ? പ്രൈസ് ഗോഡ്. ചിലർക്കെങ്കിലുമൊക്കെ ഓർമ്മയുണ്ട്. റെസ്റ്റോറേഷനിൽ തുടങ്ങി ഉണർവിൽ വന്ന് നിൽക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പോൾ റെസ്റ്റോറേഷനും ഉണർവും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. റെസ്റ്റോറേഷനിൽ നിന്നാണ് ഉണർവ് ആരംഭിക്കുന്നത്. റെസ്റ്റോറേഷൻ ഇല്ലെങ്കിൽ ഒരു ഉണർവ് വരത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ഈ റിവൈവൽ എന്ന വിഷയത്തെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഞാൻ ഇന്ന് ഒരു ഇൻട്രഡക്ടറി പാർട്ട് മാത്രം, കാരണം ഒത്തിരി സമയമില്ലല്ലോ, ഞാൻ ഇന്നും കൂടെ ആ ഒരു ഭാഗം ടച്ച് ചെയ്ത് പോയില്ലെങ്കിൽ വരുന്ന രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഈ വിഷയങ്ങളൊന്ന് ചിന്തിക്കാനും നമുക്ക് തന്നെ ഒരു ഉണർവ് പ്രാപിപ്പാനും ഇടയാകത്തില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു 4-5 വിഷയങ്ങളുണ്ട്. 4-5 വിഷയങ്ങൾ. സ്തോത്രം. എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നിട്ട് പ്രൈസ് ഗോഡ്. എന്താണ് റിവൈവൽ? വാട്ട് ഈസ് റിവൈവൽ? 2, ദ ബിബ്ലിക്കൽ മീനിങ് ഓഫ് റിവൈവൽ. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിവൈവൽ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. 3, ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഓഫ് റിവൈവൽ, 3-ാമത്തെ കാര്യം. 4-ാമത്തെ കാര്യം, ഹൗ ടു പ്രിപ്പയർ ഫോർ എ റിവൈവൽ, എങ്ങനെ ഒരു റിവൈവലിന് വേണ്ടി നമുക്ക് ഒരുങ്ങാൻ കഴിയുമെന്നുള്ളത്. 5, റിസൾട്ട് ഓഫ് റിവൈവൽ. ഓക്കെ. 6-ാമത്തെ കാര്യം, ദ നീഡ് ഓഫ് റിവൈവൽ ഇൻ എ കണ്ടംപററി ടൈം. ഈ ഒരു കാലഘട്ടത്തിൽ ഉണർവിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. സ്തോത്രം. ആമേൻ. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഇതാണ് എൻ്റെ ധ്യാനത്തിലും ഞാൻ പഠിച്ചതും ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ദിവസത്തിൽ ചിന്തിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നതായ ഒത്തിരി, ഇത് 1 മാസം കൊണ്ടും 2 മാസം കൊണ്ടൊന്നും നമുക്ക് ഈ വിഷയങ്ങൾ ചിന്തിച്ചു പോകാൻ കഴിയത്തില്ല. എങ്കിലും സ്തോത്രം, അത്യാവശ്യമായി ചില കാര്യങ്ങൾ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണർവിനെക്കുറിച്ച് അതുമാത്രമല്ല, ഉണർവിലേക്ക് നമ്മെ നയിക്കുന്ന ചില വസ്തുതകളെക്കുറിച്ചൊക്കെ ചിലത് ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടിയാണ് താല്പര്യപ്പെടുന്നത്. ഇന്ന് പകൽക്കാലം ചെറിയ ഒരു ഇൻട്രഡക്ഷൻ മാത്രം നമ്മൾ ചിന്തിക്കുക. ഉണർവെന്ന പദം നമ്മൾ ഒത്തിരി കേൾക്കാറുണ്ടല്ലേ? കേൾക്കല്ലേ? എവിടെയൊക്കെ കേൾക്കുന്നേ? ഉണർവ് യോഗങ്ങൾ അല്ലേ? ഉണർവ് യോഗം പിന്നെ കേൾക്കാറുണ്ടോ? നിങ്ങളുടെ കൈവശം മിക്കവാറും പണ്ടത്തുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഒരു സാധനമുണ്ട്. ഉണർവ് ഗീതങ്ങൾ, അല്ലെങ്കിൽ ഉണർവ് പാട്ടുപുസ്തകം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുണ്ട്. അപ്പം ഉണർവ് എന്ന് പറയുന്നത് നമുക്ക് പല ഭാഗങ്ങൾ കേൾക്കാൻ കഴിയും. ഇനി ചോദിക്കട്ടെ, എന്താണ് ഉണർവ്? എന്താ ഉണർവ്? ഇനി നിങ്ങൾ പറയാനേ, നിങ്ങൾക്ക് അസൈൻമെൻറ്റാ. എന്താ ഉണർവ്? എന്താ? ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. ഓക്കെ, ഒരു ഭാഗം ശരിയാണ്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എങ്കിലും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞാൻ ഈ അങ്ങോട്ട് ചോദിക്കുമ്പം നിങ്ങൾ ഇങ്ങോട്ട് പറയണം. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഇത് ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ ഇത് രണ്ടും വേണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് പറയണം. എന്താ ഉണർവ്? ഉണർവെന്ത് കേട്ടിട്ടേ ഇല്ലേ? അറിയത്തേ ഇല്ലേ? എങ്ങനെ? നിൽക്കുന്ന ലെവലിൽ നിന്നും മേലോട്ട് പോകുന്നത്. ഓക്കെ, ഇനി കമൻസ്. ഇനി പറഞ്ഞോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്നവരാ, മിണ്ടാതിരിക്കുക. തെറ്റായിക്കോട്ടെ, സാരമില്ല, പേടിക്കണ്ട.
ഒരു മടങ്ങി വരവ്. ഓക്കെ, ദൈവികമായ ഒരു സന്ദർശനം. അവിടെ ആരാണ്ട് എന്തോ പറഞ്ഞു, സഹോദരിമാർ പറഞ്ഞു, ഉറക്കെ അങ്ങ് പറ. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാരം അല്ലേ? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പല നിലയിലാണ് ഉണർവിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഉണർവ്, 2 വാക്യങ്ങൾ ഇതിനോട് ബന്ധത്തിൽ വായിക്കാം. ഉണർവിനോടുള്ള ബന്ധത്തിൽ ബേസായിട്ടാണ് ഇത്. ഒരു കുറിവാക്യം എന്ന് ചിന്തിച്ചാൽ മതി. 2 വാക്യങ്ങൾ. 85-ാം അധ്യായം നമ്മൾ വായിച്ചിരുന്ന സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? മതി. നിന്റെ ജനം എന്നിൽ ആനന്ദിക്കേണ്ടതിന്. ഓക്കെ, അതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ, ഉറക്കെ വായിച്ചാരെങ്കിലും. അങ്ങനെ വായിച്ചാൽ പറ്റത്തില്ല മോനെ, ഉറക്കെ വരും. നിന്റെ ശബ്ദം മൊത്തം എടുത്ത് വായര്. റിസീവ് അസ് ഒക്കെ അതോ റിവൈവ് അസ്. ഓക്കെ ഓക്കെ, അവിടെ കൊടുത്തിരിക്കുന്നത് വിൽ യു നോട്ട് യുവർ സെൽസ് റിവൈവ് അസ് അഗെയിൻ that your people may rejoice in you. ചില വേർഷനിൽ ടു റിവൈവ് ഇൻ യു, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെയും വീണ്ടും ജീവിപ്പിക്കും. അപ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ടേമും പരിചരിക്കുന്ന പദം ഞങ്ങളെ വീണ്ടും ഉണർത്തുകയില്ലയോ. ഓക്കെ, റിവൈവ് അസ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ന്റെ 2-ാം വാക്യം. യഹോവേ, ഞാൻ നിന്റെ പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തിങ്കിൽ മതി. ഓക്കെ, അവിടെയും പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ. ആണ്ടുകൾ കഴിയും മുമ്പേ ദൈവമേ നിന്റെ പ്രവൃത്തിയെ എന്ത് ചെയ്യണം? ജീവിപ്പിക്കണമേ. കണ്ടോ? അപ്പം ഇവിടെ രണ്ടും റിവൈവ് എന്ന പദമാണ്. ജീവിപ്പിക്കുക. ഇവിടെ ആരോ പറഞ്ഞു എഴുന്നേൽക്കുക, ജീവിക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, എഗ്രി ആവും. അപ്പോൾ ഇവിടെ 2 മണ്ഡലങ്ങളും കാണാൻ കഴിയുന്നത് ജീവൻ പ്രാപിക്കുക. അപ്പോൾ യഥാർത്ഥമായ ഉണർവ് എന്ന വാക്കിൻ്റെ അർത്ഥം 3 തലങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ കഴിയും. ഒന്നാമത്തെ കാര്യം റിന്യൂവൽ, ഒരു പുതുക്കപ്പെടുക. 2 റെസ്റ്റോറേഷൻ. ഞാൻ പറഞ്ഞല്ലോ, റെസ്റ്റോറേഷനിൽ നമ്മൾ തുടങ്ങിയത്, ഒരു യഥാസ്ഥാപനം. ഓക്കെ, 3-ാമത്തെ കാര്യം അവേക്കണിങ്, ഉറങ്ങിക്കിടക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് എഴുന്നേൽക്കുക. ഈ 3 കാര്യങ്ങളും കൂടെ ചേർന്ന് വരുന്നതാണ് ഒരു റിവൈവൽ. മനസ്സിലാവുന്നുണ്ടോ? 3 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ റിവൈവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മറ്റു പല അർത്ഥങ്ങളും. നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ഒരു മടങ്ങി വരവിനെ നമുക്ക് ഉണർവെന്ന് പറയാം. അതിനകത്ത് ഒരു യഥാസ്ഥാപനത്തെ അല്ലെങ്കിൽ റെസ്റ്റോറേഷനെ അല്ലെങ്കിൽ ഉണരുന്ന അവസ്ഥ, ഇതിനെല്ലാം ഉണർവ് എന്ന് നമുക്ക് പറയാം. ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് റിവൈവൽ. അപ്പം ഇവിടെ മറ്റൊരു ഭാഗം പറഞ്ഞു അഭിഷേകത്തിൻ്റെ നിറവ് എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, നമ്മുടെ ആത്മീയ കൂട്ടായ്മകളിൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മൾ ഒരു ഉണർവെന്ന് പറയാറുണ്ട്. പക്ഷേ ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് റിവൈവൽ ഈസ് ഡിഫറെൻറ്റ്. ഇത് രണ്ടും രണ്ടാ. എന്താണെന്നറിയാമോ? എങ്ങനെയാണെന്നറിയാമോ? ഔട്ട് പോറിംഗ് ദ ഹോളി സ്പിരിറ്റ് കമ്മിങ് ഫ്രം അബവ്, വൈൽ ദ റിവൈവൽ ഈസ് ഹാപ്പനിങ് ഫ്രം ഇൻസൈഡ്. ഓക്കെ, ഔട്ട് പോറിംഗ് ദ ഹോളി സ്പിരിറ്റ് വരുന്നത് മുകളിൽ നിന്നാണ്, എന്നാൽ റിവൈവൽ ആരംഭിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ്. സ്തോത്രം. ഇതാ റിവൈവലും. അപ്പം ഇവിടെ ഉണർവെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ പലതും ചിന്തിക്കൊണ്ട് നമ്മൾ പറയാറുണ്ട് ഇന്ന് നല്ല എന്തായിരുന്നു പറയാറില്ലേ? യോഗം കഴിഞ്ഞിട്ട് പോകുമ്പം പറയില്ലേ നല്ല ഉണർവായിരുന്നു, പറയത്തില്ലേ? എന്താ അതിൻ്റെ അർത്ഥം? എന്തുവാ? അന്യഭാഷയായിരുന്നോ? പിന്നെ എന്തുവാ അവിടെ ഉണ്ടായ ഉണർവ് നിങ്ങൾ പറയുന്നത്? ഭയങ്കര ഉണർവായിരുന്നു. യോഗ നല്ല ആത്മസാന്നിധ്യവും ആത്മാവിൻ്റെ കൃപ നമ്മൾ പറയും. ഓ, എന്തൊരു ഉണർവായിരുന്നു പാസ്റ്റർ മീറ്റിംഗ്. എന്തോ പ്രാപിച്ചു. ഓക്കെ, അപ്പോൾ ഉറക്കെ പറ, കേൾക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ ഉണർവെന്ന് പറയുന്നത് അന്യഭാഷ ആണോ? ആത്മാവിൻ്റെ വ്യാപാരം ആണോ? നടക്കുന്ന അത്ഭുതമാണോ ഉണർവ്? മരിച്ചതായ ഒരവസ്ഥയിൽ നിന്ന് ജീവിക്കുന്നു. ഓക്കെ, നീ പറഞ്ഞത് കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണേ, വാസ്തവത്തിൽ ഉണർവെന്ന് പറയുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണെങ്കിലും ഉണർവ് ഇതൊന്നുമല്ല.
ഇതെല്ലാം പാർട്ടാണ്. എന്നാൽ യഥാർത്ഥമായ ഉണർവ് ഒരുവൻ്റെ ഹൃദയത്തിനകത്തുനിന്നുണ്ടാകുന്ന വ്യതിയാനമാണ്, മാനസാന്തരമാണ് ഉണർവെന്ന് പറയുമ്പോൾ. പാപബോധം ഒക്കെ അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. നമുക്ക് സമയം ഞാൻ സ്ലോയിൽ പോയി ഒട്ടും നടക്കത്തില്ല. ഓക്കെ, വേഗത്തിൽ പോകാം. അപ്പം ഒന്നാമത്തെ കാര്യം നമ്മൾ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അടുത്ത കാര്യം പറഞ്ഞത് വാട്ട് ഇസ് എ ബിബ്ലിക്കൽ, ഇതൊക്കെ പറഞ്ഞു പോകാൻ ഒത്തിരി ഉണ്ട്, ഞാൻ പോകുന്നില്ല. ബിബ്ലിക്കൽ മീനിങ് ഓഫ് റിവൈവൽ, അതിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ബിബ്ലിക്കൽ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സ്തോത്രം, എന്താണ് ബിബ്ലിക്കൽ മീനിങ്? ഞാൻ ഇതിനകത്ത് ഓരോന്നും പ്രസംഗിച്ച് പോകുന്നില്ല, ഞാൻ ജനറലായിട്ട് മൊത്തത്തിൽ പറഞ്ഞു പോകത്തേ ഉള്ളൂ. കാരണം ഇത് ഓരോന്നും പറഞ്ഞു പോകാനാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഐ വാസ് ഡീപ്ലി സ്റ്റഡിങ് ഈ വിഷയത്തിൽ ഒത്തിരി ഞാൻ ചിന്തിപ്പാനും ധ്യാനിപ്പാനും ഈ UK യോഗത്തിൽ അങ്കമാനം നടന്ന ഒത്തിരി ഉണർവുകളെക്കുറിച്ചൊക്കെ ഞാൻ പോകാനിടയായി. അപ്പോൾ അതൊക്കെ എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു, ഒത്തിരി കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ ഇതിനകത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ മാത്രമാണ് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം തന്ന ചിന്തകൾ. അപ്പം ഇത് മൊത്തത്തിൽ ഓരോന്ന് പറഞ്ഞു പോകാൻ തരില്ല. എങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണർവെന്ന് പറയുന്നത് മനുഷ്യൻ ദൈവവുമായിട്ട് പരസ്പരം നല്ല ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ്, അതിനെ ഉണർവെന്ന് പറയാം. എപ്പോഴാണ് മനുഷ്യൻ, നമ്മൾ ഓരോരുത്തരും ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടും നല്ല ഒരു ബന്ധത്തിൽ വരുമ്പോൾ അതിനെയാണ് റിട്ടേൺ ടു നോർമൽ എന്ന് പറയുന്നത്. എന്നാൽ റിട്ടേൺ ടു നോർമൽ എന്ന് പറയുമ്പോൾ പഴയ ഒരു അവസ്ഥയിലേക്ക്, നോർമലായിട്ടൊരവസ്ഥ, പെന്തക്കോസ്തിൻ്റെ നോർമൽ ഒരവസ്ഥ, അതെന്താണ്? സ്തോത്രം, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിലേക്കൊക്കെ പോകാനുണ്ട്, പക്ഷെ അതിൽ പോകുന്നില്ല. അപ്പോൾ മനുഷ്യൻ യഥാർത്ഥമായ പാപബോധം വിട്ട് മാനസാന്തരമുണ്ടായി ദൈവവുമായിട്ടുള്ള നല്ല ഒരു ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവൻ്റെ മേൽ ഇറങ്ങി വരുന്ന ആത്മാവിൻ്റെ അധിവാസമുണ്ട്. സ്തോത്രം, അത് അവനെ ഉണർവിലേക്ക് നയിപ്പാനിടയായി തീരും. സ്തോത്രം, ഞാൻ വേഗത്തിൽ പോകാം. അപ്പോൾ ഇവിടെ നല്ല ബന്ധത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി, അതാണ് റിവൈവൽ എന്ന് പറയാനിടയായി തീർന്നത്. സ്തോത്രം. അപ്പോൾ ഈ റിപ്പന്റ് ആൻഡ് എൽസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ വോൺ ഔന്നർ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, റിവൈവൽ ഈസ് എ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എമംഗ് ദ ഗോഡ്സ് പീപ്പിൾ വെൻ ബൈ ദേ ഗെറ്റ് എ റൈറ്റ് വിത്ത് ഗോഡ് ആൻഡ് ഈച്ച് അതർ. അവർ ദൈവവുമായിട്ടും മറ്റുള്ളവരുമായിട്ടും റൈറ്റ് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അവരുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ, അഭിഷേകത്തെ, വ്യാപാരത്തെ ഒക്കെ റിവൈവൽ എന്ന് പറയാൻ കഴിയും എന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, റിവൈവൽ ഈസ് ആൻ ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വെൻ പീപ്പിൾ റിപ്പന്റ് ഓഫ് സിൻ. രണ്ടാമത് കണ്ടോ, റിവൈവൽ ഈസ് ആൻ ഔട്ട്പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് വെൻ പീപ്പിൾ റിപ്പന്റ് ഓഫ് സിൻ. പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുമ്പോൾ, ഓക്കെ, റിന്യൂ ദെയർ ലവ് വിത്ത് ഗാഡ്, ദൈവവുമായിട്ട് അവരുടെ സ്നേഹത്തെ, ഇതെല്ലാം റിവൈവലിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. റിവൈവൽ ആരംഭിക്കുവാൻ വേണ്ടി ആവശ്യമായിരിക്കുന്ന ഘടകങ്ങളാണ് ഒരുവനിൽ. അപ്പോൾ റിപ്പന്റ് ഓഫ് സിൻ, മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് ചിന്തിച്ച് ബോധപ്പെടുമ്പോൾ. 2, റിന്യൂ ദെയർ ലവ് വിത്ത് ഗാഡ്, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വന്നു കഴിയുമ്പോൾ, ടു റീകമ്മിറ്റ് ദംസെൽഫ് ടു ഗോഡ്സ് പർപ്പസ്, ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അവർ സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ, ഇൻവെസ്റ്റ് എക്സ്റ്റൻഡഡ് ടൈം ഇൻ പ്രെയർ, കമ്മ്യൂണിയൻ വിത്ത് ഗോഡ് ആൻഡ് മെഡിറ്റേഷൻ, ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിലും ആത്മീയമായ മെഡിറ്റേഷനിലും ധ്യാനത്തിലും ഒരുവൻ ഇരുന്ന് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? സബ്മിറ്റ് ടു ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ പോലും അറിയാതെ ഒരു ഉണർവിൻ്റെ ജ്വാല, ഉണർവിൻ്റെ തീപ്പൊരി അവൻ്റെ ഉള്ളിൽ വീണിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെയാണ് ഉണർവ് ആരംഭിക്കുന്നത്. ചരിത്രം നമ്മൾ പഠിച്ചാൽ ലോകത്തിൽ ഒത്തിരി ഉണർവിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പെന്തക്കോസ്ത് നാളിൽ അല്ല, പഴയ നിയമം മുതൽ പഠിച്ചാൽ ഒത്തിരി, ഞാൻ അതിലേക്ക് ബിബ്ലിക്കൽ റിവൈവലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ വരാം, ഒത്തിരി ഉണർവുകൾ നടന്നിട്ടുണ്ട്. ഏതൊരു ഉണർവിൻ്റെയും പിന്നാമ്പുറം നമ്മൾ പഠിച്ചാൽ അതിൻ്റെ പിന്നിൽ മാനസാന്തരത്തിൽപ്പെട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച, ആത്മാവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി തന്നെ സമർപ്പിച്ച ഒരു വ്യക്തി അതിന്റെ പിന്നിലുണ്ടായിരിക്കും. ഹല്ലേലൂയ. ഏത് കാലഘട്ടത്തിലും നമുക്ക് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒത്തിരി ഉണർവുകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാ ഉണർവിന്റെ പിന്നിൽ സമർപ്പിക്കപ്പെട്ട ഒരു ഭക്തനുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ഉണർവ് നമ്മളിൽ ആരംഭിക്കണം.
നമ്മളിൽ തുടങ്ങണം. അതിന്റെ ബേസാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം തന്നെ ഒരു ഉണർവിന്റെ ജ്വാല ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളിൽ അകത്തളത്തിൽ ഉണ്ടാകണം, കുടുംബങ്ങൾ ഉണ്ടാകണം, കുഞ്ഞുങ്ങളിൽ ആ തീ കത്തണം, അതിന്റെ തീപ്പരി വീഴുവാൻ ഇടയായി തരാം. അവർ അടുത്ത തലമുറയിലല്ല, അല്ല ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു ഉണർവിന്റെ ജ്വാല വഹിപ്പാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ദൈവമക്കളെ ദൈവം എഴുന്നേൽപ്പിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന ഘടകങ്ങൾ നമ്മൾ ചിന്തിച്ചല്ലോ. ഒന്നാമത്തെ സ്തോത്രം മുന്നിലുള്ള കാര്യം ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ പാപത്തെ, എവിടെയാണ് പാപത്തെ കുറിച്ച് ബോധം വരിക, റിപ്പന്റ്, മാനസാന്തരപ്പെടുക, ദൈവ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക, ദൈവികമായ ഉദ്ദേശത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുക. സ്തോത്രം. പ്രാർത്ഥനയിലും ദൈവമായ ബന്ധത്തിലും മെഡിറ്റേഷനിലും പൂർണ്ണമായി സമർപ്പിക്കപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. മാത്രമല്ല റിവൈവൽ എന്ന് പറയുമ്പോൾ അടുത്ത പറഞ്ഞിരട്ടെ, അവിടെ കൊണ്ട് തീരുകയല്ല. ദ പേഴ്സൺ, ഞാൻ ഈ രണ്ട് നിലയിലുള്ളതായ ഉണർവുണ്ട്. അതിനു മുന്നേ ഞാൻ റിവൈവലിനോടുള്ള 1-2 കാര്യം കൂടെ പറയാം. പ്രധാനമായും റിവൈവൽ എന്ന് പറയുമ്പോൾ റിവൈവലിന് 2 ഘടകങ്ങളുണ്ട്. 2 ടൈപ്സ് ഓഫ് റിവൈവൽ. ഒന്നാമത്തത് ദ പേഴ്സണൽ റിവൈവൽ, വ്യക്തിപരമായ റിവൈവൽ. 2 ദ കോർപ്പറേറ്റ് റിവൈവൽ. ഇത് രണ്ടുമുണ്ട്. എന്തൊക്കെയാണ് വ്യക്തിപരമായ റിവൈവൽ എന്താണെന്ന് ഞാൻ വ്യക്തി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റിവൈവൽ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും മറ്റൊരു അർത്ഥം കൂടെ പറയാം. ടു റിക്കവർ വിച്ച്, അത് ആ ഒരു ഭാഗം പറയുന്നുണ്ട്. എവിടെയാണ്? അടുത്ത പേജിട്ടെ, ഇല്ലേ? ഇത്രയേ ഉള്ളൂ. ഓക്കെ, അതിന് മുന്നിലിട്ടെ. റൈറ്റ്. ഓക്കെ, റിട്ടേൺ ടു നോർമൽ. ഓക്കെ, ബിബ്ലിക്കൽ മീനിങ്ങിനകത്ത് പറഞ്ഞു എന്താണെന്ന് അറിയുമോ? റിക്കവർ വിച്ച് വാസ് ലോസ്റ്റ്, നഷ്ടപ്പെട്ടു പോയ മണ്ഡലത്തിലേക്ക് മടങ്ങി വരിക. റിപ്പയർ വിച്ച് വാസ് ബ്രോക്കൺ, എവിടെയൊക്കെ തകർന്നിട്ടുണ്ടോ അതിനെയൊക്കെ റിപ്പയർ ചെയ്യുക. റിസ്റ്റോർ വിച്ച് വാസ് ടേക്കൺ അവേ, പിശാച് കൊണ്ടുപോയ ചില മണ്ഡലങ്ങളുണ്ട്, അതിനെയൊക്കെ തിരികെ കൊണ്ടുവരിക. എവിടെയാണെന്നറിയാമോ? അവിടെ ഉറവായിരിക്കുന്നത് നിന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പിശാച് കവർന്നു കൊണ്ടുപോയ മണ്ഡലമുണ്ട്. അത് നിന്റെ പ്രാർത്ഥനയാകാം, നിന്റെ ഉപവാസമാകാം, നിന്റെ ഡെഡിക്കേഷൻ ആകാം, അല്ല ദൈവസന്നിധിയിൽ നീ കൊടുക്കുന്ന വിലയാകാം. എന്തെങ്കിലുമൊക്കെ പിശാച് കവർന്നു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ 2024 അവസാന മാസം അല്ലെ അതിനെ പിടിച്ചെടുക്കുന്ന, നഷ്ടപ്പെട്ടതിനെ തിരികെ എടുക്കുന്ന ഒരു മാസമായി മാറണം. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഉണർവ് ഇവിടെ ആരംഭിക്കും. Hallelujah. The things we supposed to do. Hallelujah. Recover which was lost. എന്തെങ്കിലും ഒന്ന് സ്വയം എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? സെൽഫ് എക്സാമിനേഷൻ. ഞാൻ അതിലേക്ക് വരാം. സ്വയമായി പരിശോധിക്കുമ്പോൾ, സ്വന്തമായി വീട്ടിലിരിക്കുമ്പോൾ, വചനവും എടുത്ത് മുന്നിരിക്കുമ്പോൾ ഒന്ന് പരിശോധിക്കണം. കർത്താവേ, എന്തെങ്കിലുമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ തകർന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. എവിടെയെങ്കിലുമൊക്കെ പിശാച് വല്ലതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇതിനൊക്കെ ഒന്ന് പിടിച്ചെടുക്കുന്ന അല്ലെ ഒരു അന്തരീക്ഷത്തിലേക്ക് വരുമ്പോഴാണ് ഉണർവ് നടക്കുന്നത്. ആമേൻ. ഉണർവെന്ന് പറയുന്നത് തങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് തങ്ങളെ തന്നെ കണ്ടുണർന്ന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് തങ്ങളെ തന്നെ ദൈവസേനയിൽ താഴ്ത്തുന്ന ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഐക്യപ്പെടുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ് ഉണർവെന്ന് പറയുന്നത്. സ്തോത്രം. ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൽ വന്നു. തങ്ങളെ തന്നെ കണ്ടുണർന്ന് പാപത്തെക്കുറിച്ച് ബോധം വന്ന് അതിനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ദൈവവുമായിട്ട് യഥാസ്ഥാനപ്പെട്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്ന പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന, പരിശുദ്ധാത്മാവിനെ വിമർശനോത്മമായി കാണാതെ കർത്താവ് ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ എൻ്റെ മേൽ പകരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അന്യഭാഷ ഉണ്ടെങ്കിൽ എൻ്റെ മേൽ പകരണമേ എന്ന് പറയുന്ന തൻ്റെ മക്കളുടെ മേല് പകരുന്നൊരു അഭിഷേകമുണ്ട്. അതാണ് ഉണർവ്. ഹല്ലേലൂയ. അതിനെ ഉണർവെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. ഉണർവ് ആരംഭിക്കുന്നത് ഹൃദയത്തിനകത്ത് നിന്നാ. When revival comes from the heart of man. ഹല്ലേലൂയ. ഏത് ഉണർവും തുടങ്ങുന്നത് ഒരു വ്യക്തിയിൽ നിന്നാ. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഹല്ലേലൂയ, when revival can, ഒരു മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഉണർവ്, ഇങ്ങനെ ഇരിക്കുന്ന ഉണർവിനെ ഒരു മനുഷ്യനെ ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. ഹല്ലേലൂയ. When the revival can change and transform a person. That changed person can change a family. The changed family can change a whole city. The changed city can change a nation.
ദ ചേഞ്ച് ഇൻ നേഷൻ ക്യാൻ ചേഞ്ച് ഓൾ ദി വേൾഡ്. അതാ ഉണർവ്. അപ്പോൾ എവിടെ ആരംഭിക്കുന്നേ? ഈ ഉണർവുകൾ ലോകത്തിൽ നടന്നിട്ടുള്ള എല്ലാ ഉണർവും ഇങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആരംഭിച്ചു, ആ ഉണർവ്, അവനിൽ ഉണ്ടായ ഉണർവ് അവൻ്റെ കുടുംബത്തിലേക്ക് സ്വാധീനിച്ചു. അവൻ്റെ കുടുംബത്തിലുണ്ടായ ഉണർവ് അവൻ്റെ സഭയിലേക്ക് വന്നു. അവൻ്റെ സഭയിലുണ്ടായ ഉണർവ് ദേശത്തിലേക്ക് വന്നു. ആ ദേശം, ആ സിറ്റിയിൽ വന്നു. അവിടെ കൊണ്ട് ഒതുങ്ങി നിൽക്കുകയല്ല, ആ ഉണർവ് ലോകത്തിലേക്ക് വ്യാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. എല്ലാ ഭാഗങ്ങളിലും അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. വേഗത്തിൽ പോകട്ടെ. 2 ടൈപ്പ് ഉണർവുണ്ട്. 2 ടൈപ്പ് ഉണർവ്. ഒന്ന് പേഴ്സണൽ റിവൈവൽ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ, വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. ആമേൻ, ഹല്ലേലൂയ. പേഴ്സണൽ റിവൈവൽ എന്ന് പറയുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്യപ്പെടുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ടേൺ അവേ ഫ്രം തിങ്കിങ് പാറ്റേൺ. റിവൈവൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ടേൺ അവേ ഫ്രം തിങ്കിങ് പാറ്റേൺ, ഹാബിറ്റ്സ്, ആക്ടിവിറ്റീസ് ദാറ്റ് ആർ നോട്ട് ഗോഡ് ഓണറിങ്. വായിച്ചേ, 1-2 വേദഭാഗങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുക. സ്തോത്രം. അപ്പോൾ നമ്മുടെ ചിന്താ മണ്ഡലങ്ങൾ മാറണം. നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എന്താ ചിന്തിക്കുന്നത്? UK വന്നു, കുറേ പൈസ ഉണ്ടാക്കി, അടുത്ത ജോലി എന്ന് കിട്ടും, അടുത്ത ബാങ്ക് എന്ന് കിട്ടും. നമ്മളിതൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത കാറെന്ന് മാറാം, അടുത്ത വീടെന്ന് മാറാം. ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷേ ദൈവത്തിന് നമ്മുടെ ചിന്താ മണ്ഡലം ഒന്ന് മാറണം. എന്ത് ചിന്തിക്കണം? വായിച്ചേ, സ്തോത്രം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യം വായിച്ചു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളുവീൻ. ഇതൊക്കെ ചിന്തിക്കേണ്ടത്. അപ്പൊ അതിലേക്കൊന്നും ഓരോന്ന് പറഞ്ഞു പോകാൻ നേരമില്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാ. അപ്പൊ ചിന്താ മണ്ഡലത്തിനൊരു വ്യതിയാനം. ഓക്കെ, ടേൺ അവേ ഫ്രം ദ തിങ്കിങ് പാറ്റേൺ. ഉണർവുണ്ടാകണേ. നമ്മൾ ചുമ്മാതെ കർത്താവേ ഉണർവ് വായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നമ്മുടെ ചിന്തകൾ മാറണം, ചിന്താ മണ്ഡലങ്ങൾ മാറണം. ഓക്കെ, മാത്രമല്ല വായിച്ച അടുത്ത വാക്യം ഫിലിപ്പിയ ലേഖനം 2:14-15. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവൻ. അപ്പോ ശ്രദ്ധിക്കണേ, ഇതിനൊന്നും ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളും രീതികളും ഒരുവനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ഉണർവ് നടക്കത്തില്ല. ഉണർവ് നടക്കണമെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? വിട്ടുകളയാൻ തയ്യാറാകണം. സ്തോത്രം, ഹല്ലേലൂയ. വില്ലിംഗ് ടു confront the sin, desire to deep relationship with God. It happen through the self examination. എങ്ങനെ സംഭവിക്കുന്നത്? സ്വന്തമായ സെൽഫ് എക്സാമിനേഷനിൽ കൂടെ മാത്രമേ അല്ലെ കൺഫെഷൻ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ സ്വയപരിശോധന നടത്തണം. ഹല്ലേലൂയ. സ്വയമായി പരിശോധിക്കണം. കർത്താവേ, എൻ്റെ പ്രവൃത്തി ഒരു ഉണർവിന് ഉതകുന്നതാണോ? എൻ്റെ ചിന്തകൾ ഒരു ഉണർവിന് ഉതകുന്നതാണോ? എൻ്റെ ജീവിത രീതികൾ, ആത്മീയ ബന്ധം ദൈവമായിട്ട് ബന്ധപ്പെടുന്ന ഉതകുന്നതാണോ? ഇതൊക്കെ സ്വയമായിരുന്ന് പരിശോധിക്കണം. വല്ലപ്പോഴും ഒക്കെ, പ്രത്യേകിച്ച് ഈ ആണ്ടവസാനം മാത്രം വരുമ്പം അല്ലെ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കരുത്. ഓരോ ദിവസവും ദൈവസന്നിധി മുട്ടുമടക്കുമ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, സ്വയമായി പരിശോധിക്കണം. കർത്താവേ, എൻ്റെ ജീവിതം, ഞാൻ റൈറ്റ് ട്രാക്കിൽ കൂടെ ആണോ ഓടുന്നത്? വർഷത്തിൻ്റെ അവസാനം വന്നിരുന്നിട്ട് കഴിഞ്ഞ ഒരു വർഷം ഞാൻ ഓടിയത് റൈറ്റ് ട്രാക്കിൽ കൂടെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ സ്വയം ചോദിക്കണം, am I going a right track? ഞാൻ ശരിയായ ട്രാക്കിൽ കൂടിയാണോ ഓടുന്നത്? ശരിയായ പാതയിൽ കൂടെയാണോ പോകുന്നത്? എൻ്റെ ജീവിതം യഥാർത്ഥമായ ട്രാക്കിൽ തന്നെയാണോ എന്ന് സ്വയമായി പരിശോധിക്കണം. ഹല്ലേലൂയ. ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താ അറിയാമോ? കർത്താവ് ഏത് സമയവും വരും. എപ്പോഴാണ് എൻ്റെ കർത്താവ് വരുന്നതെന്ന് അറിയത്തില്ല. നീ കൈവിടപ്പെട്ടു പോകും. അങ്ങനെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഈ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ അല്ല, ഒരു ദിവസം ഈവനിങ്ങിൽ കിടക്കുന്നതിന് മുമ്പ് അന്നത്തെ ജീവിതം റൈറ്റ് ട്രാക്കിലായിരുന്നോ എന്ന് സ്വയപരിശോധന നടത്തിയിട്ട് കിടക്കാവൂ. അന്ന് രാത്രിയിൽ നീ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ കർത്താവിന്റെ കാഹളനാദം കേട്ടാലുണ്ടല്ലോ, അല്ലേ സംഭവിക്കുന്നത്? നീ അന്യപ്പെട്ടു പോകും, നീ കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു സെൽഫ് പരിശോധന, സെൽഫ് എക്സാമിനേഷൻ ഓരോ ദിവസവും നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സെൽഫ് എക്സാമിനേഷൻ. ടേൺ അവേ ഫ്രം ദ തിങ്കിങ് പാറ്റേൺ, തിങ്കിങ് ഹാബിറ്റ്സ്. Okay, number 2, seek the forgiveness from anyone who has sinned against. നമ്മോട് ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അവിടെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ forgive ചെയ്യണം. And forgive those who have wounded us. Hallelujah. In addition, you can pray that God will give us more sensitivity so that we എന്തുപറ്റി? ഹല്ലേലൂയ. അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾ ഇത് മനസ്സിലാക്കേണ്ടത്,
ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത് ഫോർഗീവ്നെസ്, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും എന്ത് ചെയ്യണം? തയ്യാറാകണം. എഫേസ്യർ 31-32 വാക്യം വായിച്ചേ. എല്ലാ കയ്പും കോപവും ക്രോധവും, എല്ലാ കയ്പും കോപവും കോപവും ക്രോധവും കൂറ്റാരവും ആ ദൂഷണവും. മൂന്നാമത്തെ എന്തോ എന്ത് പറഞ്ഞിരിക്കുന്നേ? കുറ്റാരോ. കുറ്റാരോ. ചിലടത്ത് വ്യാജഭാവം എന്നല്ലേ എഴുതുന്നേ? ഓക്കെ. കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പൊ വിട്ട് കളയേണ്ട കുറെ കാര്യങ്ങൾ ലിസ്റ്റ് പറഞ്ഞുണ്ട്. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നേ? എന്ത് പോകണം? എല്ലാ കയ്പും. കയ്പ്. കയ്പ് കയ്പ് എന്താണെന്നറിയാമോ? കയ്പ് എന്തോ? കയ്പ് നമ്മുടെ കയ്പല്ല ഈ പറയുന്നേ. എന്താ ഈ കയ്പെന്ന് പറഞ്ഞാ? പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്ന കയ്പ് പറ. ഹൃദയത്തിനകത്ത് ഒരാളോട് ഉണ്ടാകുന്ന നീരസം, പക അല്ലേ? അല്ലെങ്കിൽ അതിനെ എന്ത് പറയുന്നേ? അത് പക വേറെ കിടപ്പുണ്ട്, അതുകൊണ്ട് പകയെന്ന് പറയാൻ പറ്റത്തില്ല. ഇനി നിങ്ങളങ്ങ് ചിന്തിച്ചോ എന്തുവാന്ന് വെച്ചാൽ. എന്തുവായാലും നിങ്ങൾക്കറിയാം, ഹൃദയത്തിനകത്ത് വരുമ്പം നിങ്ങൾക്കറിയാം ഇത് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കയറിയ ഒരു കയ്പാണെന്ന്. ഓക്കെ, അതിനെ അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം കോപം. കോപം വരാറുണ്ടോ? പിന്നെ അതേ ഉള്ളു പാസ്റ്ററേ, അല്ലേ? സ്തോത്രം. വീട്ടിലോട്ടൊക്കെ ചിലരും കോപം ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ചിലരങ്ങ് കോപമാ. ഇപ്പം ചിലർ പറയണ്ട് എൻ്റെ പൊന്നു പാസ്റ്ററേ എനിക്കിത് ഈ സാധനം അടക്കാൻ പറ്റത്തില്ല, എന്തോ അറിയാൻ മേല. ചിലർ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്, കർത്താവ് പാസ്റ്ററേ എൻ്റെ കോപത്തെ ഒന്ന് ശമിപ്പിക്കാൻ പ്രാർത്ഥിക്കണേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് കോപം. എന്നിട്ട് ക്രോധം. അതെന്തുവാ? കോപം മനസ്സിലായി. ക്രോധം എന്തുവാ? കോപത്തിൻ്റെ ചേട്ടൻ അല്ലേ? അപ്പം എന്ന് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്ന എന്തുവാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. കൺട്രോളൊക്കെ പോകുന്ന രീതി ഉണ്ടല്ലോ, ദേഷ്യം കയറി. അത് അങ്ങനെ തന്നെ കഴിച്ചോ, എക്സലും ഡബിൾ എക്സലും. അപ്പോൾ കോപത്തിൻ്റെ അതിർ കഴിഞ്ഞ ഒരു പ്രവൃത്തി. ഓക്കെ, ക്രോധം. കൂറ്റാരവും ദൂഷണം സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഇതെല്ലാം എന്ത് ചെയ്യണം? വിട്ട് ഒഴിഞ്ഞു പോകണം. ഇതെല്ലാം വിട്ടൊഴിച്ചു പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇതെല്ലാം നമ്മൾ വിട്ട് കളയണം. മൂന്നാമത്തെ കാര്യം, ഞാൻ വേഗത്തെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം, അതിലേക്ക് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഇതിനെ വിട്ട് കളയേണ്ട പല കാര്യങ്ങൾ തിരുവചനത്തിനകത്ത് പറയുന്നുണ്ട്. സ്തോത്രം. പലതും വിട്ട് കളയാൻ തിരുവനന്തപുരം ഓർപ്പിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞു പോകാൻ സമയമില്ല. അതിനേക്കാൾ ഉപരി നമ്മുടെ ക്രിസ്ത്യൻ മൂവ് ഇൻ ടു എ ബോർഡർ ക്രിസ്ത്യൻ ലിവിങ്, ലുക്ക് ഫോർ ദ അപ്പോയിൻമെൻറ്റ് ഫോർ ദ ഗോസ്പൽ ഷെയർ ചെയ്യാൻ. ഇതെല്ലാം സംഭവിച്ചാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ നമ്മുടെ ഹൃദയം വെമ്പും. ഒരു ട്രാക്റ്റ് കൊടുക്കാൻ അകത്ത് ഒരു താല്പര്യമുണ്ടാകും. ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാകേണ്ടതായ കാര്യങ്ങളാണ്. സ്തോത്രം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രൈസ് ഗാഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു യാഥാർത്ഥ്യം നമ്മൾ ചിന്തിച്ചല്ലോ. അപ്പം ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വേഗമുണ്ട്. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവിടെ റോമർക്ക് ലേഖനം 10:14-15 വായിച്ചേ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? മതി. അപ്പം അവിടെ പറഞ്ഞിരിക്കുന്നത് ആ സുവിശേഷ താല്പര്യമാണ്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാം ഒരു ഉണർവ് ആരംഭിച്ചത് എവിടെയാണെന്നറിയാമോ? വ്യക്തിയിൽ ഉണ്ടാകുന്ന വ്യതിയാനം നമ്മൾ സ്വയമായി പരിശോധിക്കുമ്പോഴാണ് കർത്താവെ ഞാൻ എവിടെ ആയിരിക്കും എന്നുള്ള സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവചനം വായിച്ചാൽ നമുക്കറിയാം, യെശയ്യാവിനെ കുറിച്ച് അറിയാം. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ അവൻ 5-ാം അധ്യായം വരെ പ്രവചിച്ച വ്യക്തിയാണ്. പക്ഷേ 6-ാം അധ്യായത്തിൽ വന്നപ്പോൾ ദൈവവുമായിട്ടൊന്ന് കമ്പയർ ചെയ്തപ്പോൾ അവൻ മനസ്സിലായി അവൻ എവിടെയാണ് കിടക്കുന്നതെന്ന്. അവിടെ കിടന്നുകൊണ്ട് അവൻ വിളിക്കാൻ തുടങ്ങി, കർത്താവേ എന്താ പറഞ്ഞിരിക്കുന്നേ? ഞാൻ ശുദ്ധിയില്ലാത്ത അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. മതി. സ്തോത്രം. അപ്പോൾ യെശയ്യാവ് കണ്ടോ, അവനെ പിന്നീട് അങ്ങോട്ട് കർത്താവ് ഉപയോഗിക്കാനുള്ള കാരണം അറിയുമോ? ഈ റിയലൈസേഷനാ. ഹല്ലേലൂയ. അപ്പോൾ അവരൊരു ഉണർവിലേക്ക് വരിക. യോനയെ കുറിച്ച് ചിന്തിച്ചോ നമുക്ക് മനസ്സിലാക്കാം. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഉണർവ്, ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അടുത്ത ആഴ്ചകളിൽ. ഏറ്റവും വലിയ ഉണർവായിരുന്നു നിനവേ പട്ടണത്തിലെ ഉണർവ്. അതിന് മുഖാന്തരമായ വ്യക്തി ആരായിരുന്നറിയുമോ?
യോനയെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ പറയും യോന വഴിതെറ്റിപ്പോയി, അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് ഓടി എന്നൊക്കെ പറയും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, അവന് തെറ്റുപറ്റി കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിനകത്തൊന്ന് പരിശോധിക്കാൻ തുടങ്ങി. അവൻ ദൈവസ്ഥലിൽ നിന്ന് ഇരിക്കാൻ തുടങ്ങി. അവൻ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം 16-ാം വാക്യം ഒന്ന് വായിച്ചേ. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. ഓക്കെ, അതിന് മുന്നേ അതിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യം വായിച്ചേ. ഞാൻ എന്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു. ഞാൻ വാക്ക് ശ്രദ്ധിച്ചോണം. എന്തോ ഈ അയ്യം വിളിക്കാന്ന് പറഞ്ഞു. എന്റെ ചിന്ത ഞാൻ പറയാം, അതിനകത്ത് എല്ലാം ഉണ്ട്. ആ അയ്യം വിളിക്കകത്ത് അവൻ്റെ കൺഫ്യൂഷൻ ഉണ്ട്, അവൻ്റെ ഏറ്റുപറച്ചിലുണ്ട്, അവൻ്റെ പിന്മാറ്റമുണ്ട്. എവിടെയെല്ലാം പോയോ, ദൈവത്തെ അനുസരിക്കാതെ പോയോ, എല്ലാം അതിനകത്തുണ്ടായിരുന്നു. അവൻ അവിടെ കിടന്നുകൊണ്ട് ദൈവത്തോട് അയ്യം വിളിച്ചു. അയ്യം വിളിക്കുക മാത്രമല്ല, അവൻ ഉള്ളിലൊരു തീരുമാനമെടുത്തു. എന്താ തീരുമാനം? അതാ നമ്മൾ 1-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നത്. അപ്പോൾ അവർ യഹോവയെ അത്യന്തം ഭയപ്പെട്ട് യഹോവയ്ക്ക് യാഗം കഴിച്ച് നേർച്ചകളും നേർന്നു. യോനായെ വിഴുങ്ങേണ്ടതിന് യഹോവ ഒരു മഹാമത്സരം. അപ്പോൾ ഇവിടെയൊക്കെ ദൈവസന്നിധി. എന്നിട്ട് 2-ന്റെ 9-ാം വാക്യം വായിച്ചു. ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും. യോന പറയാ, കർത്താവേ, അയ്യം വിളിച്ച് ദൈവസന്നിധി ഏറ്റു പറഞ്ഞിട്ട് അവനൊരു തീരുമാനത്തിൽ വരിക. ഞാനോ എന്ത് ചെയ്യും? സ്തോത്രനാദത്തോടെ ഞാൻ നിനക്ക് യാഗം കഴിക്കും. നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും. See, a revival is starting. അവിടെ ഒരു റിവൈവലിന്റെ തുടക്കം വരിക. മടങ്ങിപ്പോയി, നഷ്ടപ്പെട്ടു പോയി, പിന്മാറ്റത്തിൽ പോയി. പക്ഷേ മടങ്ങി വന്ന യോന ദൈവസ്ഥലിൽ തന്റെ കുറ്റം അയ്യം വിളിച്ച് ഏറ്റു പറഞ്ഞപ്പോൾ അവനൊരു തീരുമാനമെടുക്കുക. ഞാൻ ദൈവത്തിന് യാഗം കഴിക്കും. ഞാൻ ചേർന്നിരിക്കുന്നത് ചില നിവർത്തിക്കും. സ്തോത്രം. അപ്പോൾ അടുത്ത തുടക്കം നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നത്, സ്തോത്രം, ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ തുടങ്ങുന്ന സമർപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്ന കാര്യമായി പറഞ്ഞു വരുന്നത്. ഇത് പേഴ്സണൽ റിവൈവൽ. ഞാൻ 3 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പേഴ്സണൽ റിവൈവലിന് അനിവാര്യമായിരിക്കുന്ന 3 മണ്ഡലങ്ങളുണ്ട്. ഒന്ന്, സ്തോത്രം, റിമെമ്പർ, ഓർക്കണം. എന്തോർക്കണം? അതിൽ വായിച്ചേ, വെളിപ്പാട് പുസ്തകം 2-ന്റെ 5-ാം വാക്യം വായിച്ചേ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് എന്ത് ചെയ്യണം? ഓർക്കണം. ഒന്നാമത്തെ റിവൈവൽ, പേഴ്സണൽ റിവൈവലിന് അനിവാര്യമായിരിക്കുന്ന 3 ഘടകങ്ങൾ. റിമെമ്പർ, ഒന്ന് ഓർക്കുക. എന്തോർക്കണം? നീ എവിടെയാണ് വീണിരിക്കുന്നത്? ഏതിലാണ് നീ തകർച്ച പറ്റിയത്? ഏത് പാപത്തിലാണ് നീ കുടുങ്ങി കിടക്കുന്നത്? ഏത് അഡിക്ഷനിലാണ് നീ പിടിച്ചു കിടക്കുന്നത്? കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം. ഹല്ലേലൂയ. ഏതിലാണ് നിന്നെ ഇപ്പോഴും പിടിച്ചിട്ടേക്കുന്നത് തിരിച്ചറിയണം. ആ കുടുങ്ങി കിടക്കുന്ന മണ്ഡലത്തിൽ നിന്നും ആ കുടുങ്ങി കിടക്കത്തെ കണ്ടിട്ട് നീ ഒന്ന് ഓർക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ മണ്ഡലത്തിൽ കുടുങ്ങി കിടക്കുക. അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യം എങ്ങനെ? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർക്കണം. ഇന്ന് പകൽക്കാലം ചിലതൊക്കെ ഓർക്കണം കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. എന്തോ ഓർക്കണം? ഏതിലാ നീ കിടക്കുന്നതെന്ന്. ഇന്നും പുറത്തു വരാൻ കഴിയാത്ത ആ പാപമുണ്ടല്ലോ, ആ പാപത്തിന്റെ ചെയിൻ ഉണ്ടല്ലോ, നിന്നെ ബൈൻഡ് ചെയ്തിരിക്കുന്ന പാപത്തിന്റെ ചെയിൻ ഉണ്ടല്ലോ, you need to come out. അതിൽ നിന്ന് പുറത്തു വരണം. ഓർക്കണം. ഒന്നാമത്തെ കാര്യം റിമെമ്പർ. നമ്പർ 2, രണ്ടാമത്തെ കാര്യം അതിലെ റിമൂവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. വായിച്ചേ, റിമൂവ്. അതിൻ്റെ തന്നെ യെശയ്യാ പ്രവചനം 1:16. യെശയ്യാ 1:16. റിമൂവ്. നീക്കിക്കളവീൻ. നിങ്ങളുടെ പ്രവൃത്തിയുടെ ദോഷത്തെ എന്നിൽ നിന്ന് നീക്കിക്കളയാൻ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നീക്കിയാലേ ഒരു ഉണർവ് നടക്കത്തുള്ളൂ. ഒരാത്മീക ജീവിതം നയിക്കണം. ഉണർവ് അവിടെ നിൽക്കട്ടെ. നമുക്ക് സ്വർഗത്തിൽ പോകണോ? ചിലതൊക്കെ നീക്കിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. എന്തോ നീക്കണം? വായിച്ചേ, 1 പത്രോസ് 2:1 വാക്യം വായിച്ചേ. പെട്ടെന്ന് സ്വർഗത്തിൽ പോകണമെങ്കിൽ, ഉണർവ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഉറക്കെ വായിച്ചു, പെട്ടെന്ന് വായിച്ചു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണം. ഇതൊക്കെ നീക്കേണ്ടതാ. എന്തോ നീക്കണം? എന്തൊക്കെ മാറ്റണം? ദുഷ്ടത മാറ്റണം. ദുഷ്ടതയ്ക്കകത്ത് എല്ലാം വരുന്നുണ്ട്. ദൈവഹിതമല്ലാത്ത നിങ്ങൾ ശ്രദ്ധിക്കുന്നു, കുഞ്ഞുങ്ങൾ വിടാമെന്ന് ശ്രദ്ധിക്കുന്നേ. എല്ലാ ചതിവിന്റെ മനോഭാവം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നീക്കണം. വ്യാജഭാവം. എന്താ വ്യാജഭാവം? പറഞ്ഞോ. ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത് എന്തറിയോ? ഹിപ്പോക്രസി. കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ.
പരീക്ഷന്മാരെ നോക്കി പറഞ്ഞ് ആ കപട ഭക്തിക്കാരെ എന്ന് വിളിച്ച യേശു അല്ലേ, അത്രയ്ക്ക് വെറുപ്പാത്. എന്താ ഈ കപടഭക്തി? പറഞ്ഞോ എന്താ കപടഭക്തി? നിങ്ങളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി അഭിനയം അല്ലേ, അകത്തില്ലാത്തത് അഭിനയിക്കുക. സ്തോത്രം. അത് തെറ്റാ, പാപത്തിന്റെ ലിസ്റ്റിൽ പെടുക. പൗലോസ് വചനം പറയുക, റിമൂവ് ഇറ്റ്, അത് നീക്കണം. ദൈവമക്കളുടെ ഇടയിൽ അത് പാടില്ല. എന്നിട്ട് അസൂയ. ഓക്കെ, അസൂയ ഉണ്ടോ? ഓ അതേ ഉള്ളൂ അല്ലേ, അസൂയുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അസൂയ എവിടെ? എനിക്കിത് സമയമില്ല, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ പറഞ്ഞു പോരുത്. പോട്ടെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അടുത്തത് എല്ലാ നുണയും. നുണ പറയാത്തവരുണ്ടോ? നുണ പറയാത്തവരുടെ കൈ ഒന്ന് നോക്കിക്കേ. ആവശ്യത്തിനൊക്കെ വേണം പറയും അല്ലേ. നുണ നമ്മൾ പറയും അല്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടേ, ഇല്ലെന്ന് പറയുന്നില്ല. നമ്മൾ പറയാത്ത, നമ്മൾ നീതിമാനെന്ന് പറയില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നുണ പറയത്തല്ലേ, പറഞ്ഞു പോവും, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വചനം പറയുക എന്ത് ചെയ്യണമെന്ന് നീക്കണം. ഇന്നും അതല്ലെങ്കിൽ അങ്ങ് തീരുമാനിച്ചോണം. ഈ പ്രയോജനമില്ലാത്ത നുണ പറയുന്നവരുണ്ട്, ഒരു പ്രയോജനമില്ലാത്ത വല്ല ഗുണം, 5 പൈസയുടെ ഗുണം അതിനില്ല, എങ്കിലും അങ്ങ് നുണയെ പറയത്തുള്ളൂ. അങ്ങോട്ട് പോകുന്നെങ്കിൽ കൊട്ടാര ഇവിടുന്ന് പോസ്മോത്തിലാണെങ്കിൽ സൗത്ത് ആൻഡിലേക്കായും പോകുന്നത്. എങ്ങോട്ട് പോവാ? ഞാൻ ലണ്ടൻ വരെ പോവാ. വല്ല ഗുണമുണ്ട്? പറഞ്ഞത് എന്തുവാ? കള്ളമാണ്. ഇങ്ങനെയുള്ള നുണകളുമുണ്ട്. ഓക്കെ, അതൊന്നും പോട്ടെ. അപ്പം സകല നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. എഫെസ്യ ലേഖനം 4:31-32 കൂടെ വായിച്ചു പെട്ടെന്ന്. എല്ലാ കയ്പും ക്രോധവും കോപവും കുറ്റാരവും ദൂഷണവും. ഇത് നമ്മൾ ചിന്തിച്ചതാ. ഇതെല്ലാം എന്ത് ചെയ്യണം? സകല ദുർഗുണവുമായ നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. എല്ലാം വിട്ടൊഴിയണം. അപ്പം ഒന്നാമത്തെ കാര്യം റിമെമ്പർ. നമ്പർ 2 ഞാൻ അതിനകത്ത് എഴുതില്ല, പറഞ്ഞു റിമൂവ്. മൂന്നാമത്തെ കാര്യം റിസ്റ്റോർ. വീണ്ടും അതിൻ്റെ വെളിപ്പാട് പുസ്തകം 2:5 കൂടെ വായിച്ചു. ഞാൻ നിർത്താൻ പോകാം, കൺക്ലൂഡ് ചെയ്യാൻ പോകാം. ഇതിൽ നിന്ന് വീണിരിക്കുന്നുവെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അതാണ് റെസ്റ്റോറേഷൻ. ആദ്യത്തെ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക. വെർ യു സ്റ്റാർട്ട് ഇറ്റ്. അതാ കർത്താവ് തന്നെ ചോദിച്ചു, നിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. അപ്പം അതാണ് റെസ്റ്റോറേഷൻ, മടങ്ങി വരിക. അപ്പം ഈ ഡു ദ വർക്ക് യു ഡിഡ് അറ്റ് ഫസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ഡു ദ വർക്ക് വിച്ച് യു ഡിഡ് ഫസ്റ്റ്. ആദ്യം ചെയ്ത വർക്കിലേക്ക് മടങ്ങി വരിക. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് പാളിച്ച സംഭവിച്ചത് മനസ്സിലാക്കി മടങ്ങി വരിക. അപ്പം റിവൈവലിൻ്റെ പേഴ്സണൽ റിവൈവലിന് അനിവാര്യമായ 3 കാര്യങ്ങളാണ്: റിമെമ്പർ, റിമൂവ് ആൻഡ് റെസ്റ്റോർ. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം ഞാൻ സെക്കൻഡ് പാർട്ട് എടുത്തില്ല, കോർപ്പറേറ്റ് റിവൈവലിലേക്ക് നമുക്ക് വരാം. പേഴ്സണൽ റിവൈവൽ ഇത്രയും കാര്യങ്ങൾ സംഭവിച്ചാൽ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, സ്തോത്രം, പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ ഇറങ്ങി വരും. 2, ഏത് നിമിഷം കർത്താവ് വന്നാലും ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ കർത്താവിനോടൊപ്പം പോകുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് ധൈര്യത്തോടെ ഇന്ന് പകൽക്കാലം ഈ നിമിഷമാണ് എൻ്റെ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുന്നതെങ്കിൽ എത്ര പേർക്ക് കോൺഫിഡൻസ് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ അവനോടൊപ്പം കാണപ്പെടുമെന്ന്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അതിനു വേണ്ടിയ ഇന്നത്തെ ഈ സന്ദേശം. റിവൈവൽ, ഒരു പേഴ്സണൽ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കട്ടെ. ഇത്രയും ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അനോയിൻറ്റിങ് ഇറങ്ങി വരും. പഴയ നിമിത്തം കാണുന്നുണ്ടോ, ആലയം ശുദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ആലയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിയെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതമാകുന്ന ശരീരമാകുന്ന ആലയത്തെ നീ ഒന്ന് ശുദ്ധീകരിക്കാൻ തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു, ആലയം നീ എത്ര എതിർത്ത് പറഞ്ഞാലും നീ ഇതിനൊന്ന് കീഴ്പ്പെടാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നിന്റെ മേൽ ഇറങ്ങി വരുമെന്നൊരു സംശയമില്ല. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അറിയട്ടെ.